Hello friends, Assalamu alaikum, Namaskaram, good morning everyone. Walk and Talk with ARK എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും റാസ്ൽഹൈമയിലെ ഹിൽട്ടൺ ഗാർഡൻ ഇൻ എന്ന ഹോട്ടലിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ്, അതായത് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. 22-ാം തീയതി നമ്മൾ ജോയിൻ ചെയ്തു. ഇന്ന് 24-ാം തീയതി ഡിസംബർ 24, 2020. നാളെ ക്രിസ്മസ് ആണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ഇന്നലത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഹോട്ടലിൽ വളരെ തിരക്ക് കുറവാണ് അനുഭവപ്പെടുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹോട്ടലിലെ സീറ്റുകളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകൾ, ഗസ്റ്റ് വളരെ കുറവാണ്. ഒരുപക്ഷെ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് പേര് സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയതായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇന്ന് വീണ്ടും ഇവിടെ യൂണിയൻ ചെയ്യുന്നതിൻ്റെ, രണ്ടാമത് വന്ന് ചെക്കിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണോ എന്നും അറിയില്ല. എന്തായാലും ഹോട്ടലിൽ തിരക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി കുട്ടികൾ കുറച്ചു നേരം സ്വിമ്മിംഗ് പൂളിൽ തിമിർക്കണം. നാസിമും റിഹാലും നവീദും ആമിയും നന്നായി നീന്താൻ പഠിച്ചിട്ടോ. ആമിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, ധൈര്യമായിട്ട് ചാടുന്ന കണ്ടില്ലേ വെള്ളത്തിലേക്ക്. ബലൂണ് വിത്ത് ബലൂണും ബലൂണില്ലാതെയും ഒക്കെ നീന്താൻ പഠിച്ചോളൂ. എല്ലാവരും നന്നായി നീന്താൻ പഠിച്ചു അൽഹംദുലില്ലാഹ് 2 ദിവസം കൊണ്ട്. ഇനി ഇന്നത്തെ ഒരു ദിവസം നാളെ നമ്മൾ പോകുന്നതിന് മുന്നേ നീന്തൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് കുറച്ച് വർക്കുകൾ പുറത്തുണ്ട്. അതെല്ലാം നമ്മൾ ഞാനത് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് വൈകുന്നേരം ജബൽ ജയ്സ് പോകണം. അപ്പോൾ ആ കാഴ്ചകളെല്ലാമായി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു വാക്ക് ആൻഡ് ടോക്ക് വിത്ത് ARK. David. Nelson bangat sarka. Baba. Yeah. Bye look. Nazim. Nazim. Sunburn അടിക്കും ട്ടാ. Sunburn അടിക്കും. നാച്ചു ഏത് ടീമിലാ? ഇല്ല വേണ്ട. ആമി ബാബ പറഞ്ഞേട്ടാ. ചാടാൻ പോവാ? ചാടിക്കോ. ആമി ടേക്ക് കെയർ. ബലൂണ് പോവും. സ്ലിപ്പാ വീഴും.
റൂമിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇന്ന് 3-ാമത്തെ ദിവസമാണ് ഇന്നുള്ളത്. ഇപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, നാളെയാണ് ക്രിസ്മസ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. നമ്മളെവിടേക്ക് പോകേണ്ടതെന്ന് വെച്ചു ജബൽ ജയ്സ്. നമുക്കൊന്ന് ജബൽ ജയ്സിൽ പോകണം. സൺസെറ്റ് ഒക്കെ കാണണം. ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വീണ്ടും തിരിച്ചു വരണം. എന്നിട്ട് നാളെയാണ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പോവാം. കാടുണ്ട് അതില്. അസ്സലാമു ആമി വാങ്ങട്ട്. ഷജി റെഡിയായ എന്താ പരിപാടികൾ? അപ്പൊ ഇൻഷാല്ലാ നമ്മള് ജബൽ ജയ്സിലേക്ക് ഇറങ്ങാവുന്ന. ജയ്സിൽ പോയി കണ്ടിട്ട് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. ബാർബക്യൂ നോക്കാം. അതിനൊക്കെ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാം. നാളെ ക്രിസ്മസ് അല്ല, നാളെ ഡിസംബർ 25-ാം തീയതി, 24-ാം തീയതി ഇത് ഷൂട്ട് ചെയ്യുന്നത്. നാളെ ഡിസംബർ 25-ാം തീയതി വീക്കെൻഡ് കൂടിയാണ്, വ്യാഴാഴ്ച അല്ലേ. ജബൽജയ്സിൽ ചിലപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷേ ബാർബിക്യൂവിനുള്ള സ്പേസ് കിട്ടുമോ, അല്ലെങ്കിൽ അലോ ചെയ്യുമോ, പിന്നെ കൊറോണ ഇതൊക്കെ കാരണം അതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെന്നുള്ള അറിയില്ല. മറ്റാണെന്നുള്ള ചെയ്യാം. വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ചാർക്കോളും ഇത് എന്താ പറയുക, മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാല പറ്റിയിട്ടുള്ള മേടിക്കാം. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. നമ്മള് ചൊവ്വാഴ്ചയാണ് വന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ഇന്നത്തെ കൂടി നിന്ന് നാളെ ഇൻഷാല്ലാ നമ്മള് ജുമാക്ക് ശേഷം നമ്മള് ചെക്കൗട്ട് ചെയ്ത് പോകും നമ്മള്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ പുറത്തിവിടെ ഷോപ്പിംഗ് മാള്, മാർക്കറ്റ്, പിന്നെ കോർണിഷൊക്കെ ഇങ്ങനെ കറങ്ങിയിരുന്നു. മുഴുവനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ചിലതൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് കാണാം. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ജബൽ ജയ്സിൽ പോയിട്ട് സൺസെറ്റ് ഒക്കെ കണ്ട് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാം. അത് കഴിഞ്ഞ് നാളെ നമുക്ക് ഇവിടെ വീട് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. ഇന്നേക്ക് ഇപ്പോൾ നമ്മൾ ദിവസമായി മറ്റവരൊക്കെ റെഡി ആയിട്ട് താഴ്ത്തിക്ക് പോയാ. അമീ, നീ എൻ്റെ മോളെടുത്തില്ല നാച്ചോ? നീന്തലൊക്കെ പഠിച്ചു. സ്വിമ്മിംഗ് പൂളില് എന്താ കറക്കല്? സൺബേൺ അടിച്ചിട്ട് ആകെ നെറ്റിയൊക്കെ കറത്തു. പക്ഷെ അവള് നല്ല ഭംഗിയായിട്ട് നീന്തലുകൊണ്ട് പേടി മാറി. വെള്ളത്തിലേക്കൊക്കെ ആ ബലൂൺ ഇട്ടിട്ട് പിടിച്ചിട്ട് ചാടിയിരുന്നു. മുമ്പൊക്കെ ഇന്നിപ്പോ മുങ്ങണേനെ വേണ്ടി പറയണട്ടോ എന്നോട്. അപ്പൊ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊരാൾ മൂക്കൊക്കെ പൊത്തി ശ്വാസം പിടിച്ച് റെഡിയാവും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കൂടുതൽ സമയം മുങ്ങി കിടന്നപ്പോ എന്നോട് പറഞ്ഞു, ഇത്രയും ടൈം എടുക്കരുത്, കുറച്ച് സമയം മുങ്ങിയാൽ മതി. പക്ഷെ ഇപ്പൊ പേടി മാറി. നാളെ നമുക്ക് സ്വിം ചെയ്തിട്ട് കുളിച്ചിട്ട് വേണം പോവാന്. ഓക്കെ, അപ്പൊ നച്ചു, ഐ യു റെഡി? ബിഹൈൻഡ് ദി ക്യാമറ ഞാൻ കാണിച്ചു തരാം ആരാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. ചുള്ളൻ വാവ്, ഇതാണ് നമ്മളുടെ ക്യാമറമാൻ നാസിം അബ്ദുൽ റസാഖ് ചുള്ളൻ. അപ്പോ ശരി, ഇൻഷാ അല്ലാ നമ്മള് അപ്പോൾ പോയിട്ട് വരാം. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 4 മണി കഴിഞ്ഞ് അസർ കഴിഞ്ഞു. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി വൈകി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ജബൽ ജയ്സിലേക്ക് എത്തുമ്പോൾ നേരം വൈകുകയും ചെയ്യും. സൺസെറ്റ് കിട്ടാതാവും. പിന്നെ ആൾക്കാർ ഇപ്പോഴും എന്താ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ തിമിടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ എണ്ണത്തിന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കായിട്ട് ഒരു ഇതേ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് നല്ലോണം ഇരുന്നിട്ടാണ് ആമയൊക്കെ ഇറങ്ങിയ സമയത്ത്. ഇന്നും ഞാൻ പുറത്ത് 1-2 കാര്യങ്ങളും മീറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് പോയിട്ട് വരാൻ വൈകി. അപ്പം അത് കാരണം ഉച്ചയ്ക്ക് 3 മണിക്ക് മുന്നൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. ഇവർ രാവിലെ മുതലേ സ്വിമ്മിംഗ് പൂളിലും ഇവിടെ പാർക്കിൽ കളിക്കലും ഓടി തിമിർക്കായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കാരണം വൈകി, ഇന്നും ഞാൻ കാരണം വൈകി, വന്നന്നും ഞാൻ കാരണം വൈകി. ഡിഷും ഈ പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നവീനിലും പുള്ളിൻ്റെ അവിടെ ഇല്ലല്ലോ.
ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വേറെ റെഡിയാവും. ഓക്കെ, ഹായ്, ഞാനാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാ വീണ്ടും ക്യാമറ തിരിച്ച് ക്യാമറാമാൻ്റെ കയ്യിലേക്ക്. അപ്പോൾ ഗെറ്റ് റെഡി, കമോൺ, വാ ആമി, വാ വാ വാ. ആമി, ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടോ? ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടോ? സൺസെറ്റായിട്ട് ഇതാണ് ആമിയുടെ പൂള് കേട്ടോ. കുഞ്ഞു പൂള്, സ്മോൾ പൂള്. കുട്ടികൾക്ക് ആമി കളിക്കുന്ന പൂളാണ്. ക്ലാസ്സിൽ ആമി പോലെ കൊണ്ടുവാ. ഞാൻ ഇങ്ങനെ എടുക്കും മോനെ സാധനങ്ങളൊന്നും വെച്ചാൽ. Start your day with coffee and end. ഇതാണ് കമ്പിറാന്തൽ റൗണ്ട് ബോട്ട്. പിന്നെ അത് നമ്മളിടുന്ന പേരാണിത്, കമ്പിറാന്തൽ റൗണ്ട് ബോട്ട്. പിന്നെ ഖൈമ, അതാണ് ഖൈമ. ആ ഖൈമയിലുള്ളതാണ് ഒരു നമ്മുടെ നാട്ടിലത്തെ ഖൈമ കാണില്ല എനിക്ക്. കമ്പിറാന്തൽ മാത്രമേ കാണുന്നുള്ളൂ. കമ്പിറാന്തൽ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ബാബാനെ ജബൽ ജയ്സിലേക്കുള്ള വഴി നമ്മൾ ജബൽ ജയ്സ് ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങി. അവിടെ എത്തുമ്പോഴത്തേനും ജയ്സ് മൗണ്ടൻസ് 18 കിലോമീറ്റർ RK കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആണ് കാണുന്നത്. അതായത് നമ്മളുടെ എന്താണ് ഫാർമസി കോഴ്സുകളില്ലേ, മറ്റേ എന്താ പറയുക, ഫാർമസി ബി ഫാമും ഡി ഫാമും ഒക്കെ അതായിരിക്കും അല്ലേ. RK മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റി, ഫാർമസ്യൂട്ടിക്കൽ യൂണിവേഴ്സിറ്റി. ഇരുട്ടായി തുടങ്ങി. എത്രമാത്രം ഇനി? ജബൽ എന്ന് പറയുന്നത് അറബിയിലാണ് നിഹാലെ. അറബിയിൽ ജബൽ എന്ന് പറയും. അതിന് ഇംഗ്ലീഷില് മൗണ്ടൻ. ആ മൗണ്ടന്റെ പേരാണ് ജയ്സ്. RK കോളേജ് ഓഫ് ഡെന്റൽ സയൻസ്. ഡെന്റൽ സയൻസ് എന്താ പറയാ, മുൾച്ചെടികളൊക്കെ ഒന്ന് കണ്ടില്ലേ, കണ്ടൽക്കാടുകൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ഒന്ന് ക്ലോസപ്പ് ആക്കാൻ അറിയോ?
ഇന്നത്തെ ക്യാമറമാൻ ഷെജിനെയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഷൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നാസിം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ല, ഉമ്മ ഷൂട്ട് ചെയ്താണ്. പോരെ നജുവ? അത്രയല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ നിന്നെ രക്ഷപ്പെടുത്താൻ. ജെയ്സ് മൗണ്ടൻസ്. നമ്മളിപ്പോൾ ജെയ്സ് മൗണ്ടൻസിന് പോകുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കണം. അവിടെ നമുക്ക് തിരക്കില്ലാത്ത അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബാർബക്യൂ അവിടെ വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അവിടെ കൊറോണ കാരണം പോലീസ് സമ്മതിക്കുമോ, അതല്ല നമ്മൾ അവിടെ ആളുകളുണ്ടോ, അതല്ല ലേറ്റ് നൈറ്റ് അവിടെ അലൗ ചെയ്യുമോ എന്നുള്ളതൊക്കെ നോക്കി കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാ നമ്മൾ അവിടെ വെച്ച് ഒരു ബാർബക്യൂ ഇതാക്കാം. ബാർബക്യൂനുള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ അടുത്തുണ്ട്. പക്ഷേ കോഴി നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ മാതിരി തിരിച്ച് ഫ്രിഡ്ജ് കൊടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ചെറിയ കടകളിൽ മാരിനേറ്റ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും അല്ലേ? അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് നോക്കാം. എന്തായാലും നോക്കി നോക്കാം. കൊറേ വേറെ ജബലുകളാണ്. ഇത് വേറെ ജബലുകളാണ്. ക്യാമറമാൻ ശരിക്കും റെക്കോർഡ് ചെയ്യുന്നില്ലേ? ഇല്ല, മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ ശരിക്കും റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന്. അത് ഇത്രയൊക്കെ തന്നെ കിട്ടിയുള്ളൂ എന്ന് പറയും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ക്യാമറ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്റെ പ്രിയ പത്നി ഷെജ്ന മജീദാണ്. ഓളുടെ കയ്യിൽ ക്യാമറ ഇരിക്കുമ്പോ ഓളുടെ കയ്യിൽ ക്യാമറ ഇരിക്കുമ്പോ അവള് പറയും എന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ കേട്ടാന്ന് പറയും. പിന്നെ എന്തെങ്കിലും മോശം വന്നിട്ട് നമ്മളെന്ത് പറയാം? ഇല്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ 4-4:30 അവിടുന്ന് ഇങ്ങോട്ട് ഒരു 10-20 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് 5-5:15 അതെല്ലേ? 18 കിലോമീറ്റർ ഇവിടുന്നല്ലേ? ഇനി 18 കിലോമീറ്റർ ഓടുന്നല്ലേ? ഞാൻ പറഞ്ഞു ഹോട്ടലിന്റെ അവിടുന്ന് 10-20 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. ഞാനൊരു നല്ലൊരു വ്യൂ കാണിച്ചാൽ, അതായത് ഇപ്പം ഞങ്ങൾ പോകുന്നത് ഫ്രണ്ടിലേക്കാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ പുറകിലേക്കുള്ള ആകാശത്തിന്റെ ചുകം കാറ്റ് പിടിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. എന്തിന്റെ നിഹാലെ? മൗണ്ടന്റെ മണം. മൗണ്ടനും ഉണ്ട് ഒരു മണം. ജബൽ ജെയ്സ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പകൽ വ്യൂവിനേക്കാൾ കൂടുതൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ രാത്രി കാഴ്ചയായിരിക്കും. ഇനി ക്ലാസ് ഒക്കെ കേട്ടെടുത്ത ഓക്കെ. അപ്പൊ ജബൽ ജെയ്സിനെ കുറിച്ച് ജബൽ ജെയ്സ് അങ്ങോട്ടാണ്. ചുറ്റുഭാഗങ്ങളിൽ മൗണ്ടൻസ് കണ്ട UAE പർവ്വത നിരകളുടെ മറ്റൊരു മുഖം. ഈ മലകൾക്കൊക്കെ അപ്പുറം മസ്കറ്റ് ഒമാനാണ്, ഒമാന്റെ അതിർത്തിയാണ് കേട്ടോ. നമുക്ക് UAE 2 ഇടങ്ങളിലാണ് ഇതേമാതിരി മൗണ്ടൻസ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് റാസൽഹൈമയുടെ ഈ ഒരു പ്രദേശങ്ങളും പിന്നെ ഫുജൈറയിലും അലൈനിലും മൗണ്ടൻസ് ഉണ്ട്. ജബൽ ജെയ്സ് അല്ല, ജബൽ അഫീത്ത് അലൈനിലല്ല. ജബൽ അഫീത്ത് അലൈനിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ബോർഡർ അലൈനിലും ഉണ്ട് അല്ലേ? ഒമാന്റെ ബോർഡർ ബുറൈമി അലൈനിലുണ്ട്. ഫുജൈറയിലും ബോർഡർ ഉണ്ടോ? ഒമാനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അവര്? ഫുജൈറയുടെ അതിർത്തി എവിടെയെങ്കിലും? കസബ് നമ്മളെ ഇവിടേക്ക് മുസാണ്ടം പോകുന്ന ആൾക്കാർ വണ്ടി ലൈറ്റ് ഒക്കെ ഇട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടോ? സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അല്ലേ?
സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വഴി അറിയാതെ നമ്മൾ വിട്ടുപോകും. പിന്നെ മാത്രമല്ല മേലേക്ക് ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ശരിക്കും നമ്മൾ കുറച്ച് പകലോടെ വരേണ്ടതായിരുന്നു. ആ മലകളുടെ ഒരു കാഴ്ച കാണുമ്പോൾ ഒരു റഫ് ആൻഡ് ടഫ് ഫീൽ ഇല്ലേ? അതായത് സോഫ്റ്റ് ആയിട്ടുള്ള മല അല്ലല്ലോ. നമ്മൾ പറയില്ല ഇപ്പൊ ഈ കടല് കോപിക്കുക എന്നൊക്കെ പറയുന്ന മാതിരി ഒരു കോപ മുഖത്തോട് കൂടിയിട്ടുള്ള. അല്ല, എനിക്ക് മല നല്ല തോന്നുന്നു. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മല കാണുമ്പോൾ ഒരു പച്ച നിറച്ച് ചെടികളും മരങ്ങളൊക്കെ ഉള്ള ഒരു മലകളാണ്. ആ അതന്നെ, ഇതിങ്ങനെ മണ്ണ് കൂട്ടിയിട്ട പോലെ ഫീൽ ചെയ്യുന്നു. അല്ല, ഇത് മറ്റേ ചെറിയ ചെറിയ തരം കല്ലുകളാണ് പൊടിയുന്ന. നമ്മളെ ഭയങ്കര കട്ടിയായിട്ടുള്ള പാറയുടെ അല്ല. നമ്മളോടൊക്കെ കരിങ്കല്ലിന്റെ ഭയങ്കര ഇതായിട്ടുള്ള പാറകളൊക്കെ അല്ലേ. അങ്ങനെയല്ല, അത് കണ്ടില്ല ഇങ്ങനെ ലെയർ വെച്ച മാതിരി നമ്മളിപ്പോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോ ചെയ്യുന്ന മാതിരി. മണ്ണാണോ കല്ലാണോ? ജബൽ നോക്ക്, മാൻ പോണോക്ക്. മാനല്ല, എവിടെ കാണുന്നുണ്ട് ഇതില്? വീഡിയോയില് കാണില്ല, പക്ഷെ നമുക്ക് റിയൽ ആയിട്ട് കാണാം. മോനെ അവിടെ മൂന്നല്ല കൊറേ ഉണ്ട്. മേലൊക്കെ ഉണ്ട്. ആ ഗ്ലാസ് ഇറക്കി കൊടുക്കരുത്, കാണും. ആ നിങ്ങളത് മക്കളെ ആടോ മാനോ എന്തിട്ടാണോ? കണ്ട പൂച്ചൊന്നല്ല, ആടാണത്. ആടാണത്. കണ്ടില്ലേ, പാറകൾക്കൊക്കെ ഒരു ലെയർ ആയിട്ടുള്ള അധികം കനമില്ലാത്ത കല്ലുകൾ ഇങ്ങനെ പൊടിയാൻ ചാൻസ് ഉള്ള, പൊട്ടി വീഴാനല്ല ഇടിയാൻ, എന്താ പറയുക അതിന്, പിന്നെ നമ്മളുടെ മറ്റേ ലേ ലഡാക്ക് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോല്ലേ ലാൻഡ് സ്ലൈഡിങ്ങിന് ചാൻസ് ഉള്ള സാധ്യതയുള്ള പാറകൾ പോലത്തെ. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിലൊക്കെ ക്ഷമിച്ചോളൂ കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ സാധ്യതയുള്ള മലകൾ, പിന്നെ അതുപോലെ അതിൽ കൂടെ ഒന്നും നടന്ന് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കാലമൊക്കെ പൊളിയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പൂർത്ത ഇതായിട്ടുള്ള. ഇതിനു മുന്നും ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. എങ്ങനെ ആടുകള് പോകുന്ന വഴിക്കൊക്കെ ഇതേമാതിരി ഇങ്ങനെ കോഫി ഷോപ്പുകളുണ്ട്. ഉണ്ടായിരിക്കും, ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ വളർത്തുന്നതായിരിക്കും. ആ കാണുന്ന മോനെ പോലത്തെ ആ കുന്നിന്റെ മുകളിൽ ഒരു UAE ഫ്ലാഗ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇതിലൂടെ കാണാൻ പറ്റില്ല. അവിടെ ഇതുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഡാം ഉണ്ട് ഇതിനടുത്ത്. അത് ഇതല്ല ഡാം. വേണ്ട, നമ്മളിപ്പോ നിർത്താനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്താൻ നമുക്ക് മറ്റൊരു ദിവസം ജബൽ ജയ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വരാം. ഇരുട്ടായി തുടങ്ങിയത് ഒരു കുളം മാതിരിയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. മലകളുടെ ഇടകളിലൂടെയുള്ള ഈ യാത്ര റോഡ് പണി നടക്കുന്നുണ്ട്. ഇതുവരെ ഇത് ജബൽ ജയ്സിന്റെ മേലെ എന്താണ് ഇതിന്റെ പേര്, ഡെക്ക് പാർക്ക് വ്യൂവിംഗ് ഡെക്ക് പാർക്ക് എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്ക് ഒരാൾക്ക് എൻട്രൻസ് ഫീസ് 5 ദിർഹംസ് ആണ്. പിന്നെ വണ്ടിയായിട്ട് കയറാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓൾറെഡി ഇപ്പോൾ 7:10 ആയിട്ടുണ്ട് സമയം. ഇവർ 8 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറയുന്നത്. സെക്യൂരിറ്റിയും കാര്യങ്ങളും വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിടാം. പക്ഷെ കുറച്ച് പിന്നെ അതിനുള്ളിൽ ബാർബക്യോ അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കില്ല, ജസ്റ്റ് കാണാൻ പോരാം. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് കയറുന്നില്ല. ഇതാണ് അവരുടെ ബോർഡ്, വ്യൂവിംഗ് ഡെക്ക് പാർക്ക്. ഓക്കെ, നമുക്കൊന്നുകൂടെ മേലേക്ക് കയറാം. ഓക്കെ, അതിനുള്ളിൽ കയറിട്ട് ചീരട്ടാവണ്ട.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജബൽ ജയ്സിൻ്റെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. ഇവിടുന്ന് ഇനിയും മുകളിലോട്ട് റോഡ് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതുവരെ എൻട്രി പെർമിറ്റ് ഉള്ളൂ. ഈ റോഡിൽ ഇവിടെ ഇങ്ങനൊരു ബോർഡ് കാണാൻ പറ്റും, ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. ഓതറൈസ്ഡ് വെഹിക്കിൾസ് ഓൺലി എന്ന് പറഞ്ഞ് അതാ റിഫ്ലക്റ്റ് ചെയ്യുന്ന ബോർഡാണ്, അത് കാണുന്നില്ല. അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾക്ക് വരാനുള്ള പെർമിഷൻ. പിന്നെ ഇതിനകത്തേക്ക് വണ്ടി കുറച്ച് കയറ്റാം. അപ്പോൾ അത് സ്റ്റോപ്പിംഗ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നിർത്താനോ അല്ലെങ്കിൽ അവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ തങ്ങാനോ ഒന്നും പറ്റില്ല. വണ്ടി നേരെ അതിൽ പതുക്കെ പോയിട്ട് അവിടെ നേരെ കാണുന്ന പോലീസ് ക്യാബിനുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു ഇങ്ങനെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഷെയ്ഖിൻ്റെ ഒക്കെ പാലസോ മറ്റോ ആണ് കാണുന്നത്. ഷെയ്ഖിൻ്റെ പാലസാണ് ആ മുകളിൽ കാണുന്നത്. അപ്പോൾ അവിടേക്കുള്ള റോഡാണ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് നമുക്ക് പബ്ലിക്സിന് അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു വേണമെങ്കിൽ കുറച്ച് ദൂരം പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്തായാലും കുറച്ച് നടന്ന് നോക്കട്ടെ എന്നുള്ളതിൽ പോവാണ്. എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ്. ഷജി തണുക്കുന്നുണ്ടോ? തണുക്കണ്ട അവളെ? തണുക്കുന്നുണ്ടോ? ആ, അച്ഛനും തണുക്കുണ്ടോ? നിങ്ങക്ക് തണുക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ ക്ലൈമറ്റ് ഇത് കാണിക്കുന്നത് 11 ഡിഗ്രിയാണ് കാണിക്കുന്നത്. 11 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ടെമ്പറേച്ചർ കാണിക്കുന്നത്. അതൊരു പക്ഷേ 9 ഒക്കെ ഇപ്പം ഇനി കയറും തോറും 9ഉം 8 ആയിട്ട് കുറയുന്നു തോന്നുന്നുണ്ട്. -3 ഒന്നും ആവില്ല. അപ്പോൾ ഇതിൽ ഇവിടെ നിന്നുള്ള 1-2 വേറെ വ്യൂകൾ കാണിച്ചു തരാം. അതായത് താഴേക്കുള്ള നോക്കുമ്പോൾ ഭയങ്കര മനോഹരമായിട്ടുള്ള ലൈറ്റിങ്സ്. ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ വന്ന വഴികളിലുള്ള ഒരുപാട് കടകളിലാണ്. വരുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തില്ല, കാരണം ഈ ക്യാമറയിൽ ഇതിനകത്ത് എന്താ പറയുക ഒക്കെ ഇരുട്ടാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല അങ്ങോട്ട് കയറി വരുന്നിടത്ത്. അപ്പോൾ അത് കാരണം ഒന്നും നമുക്ക് കാണാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കാരണം ഒന്നും റെക്കോർഡ് ചെയ്തില്ല നമ്മൾ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് മോനെ ഇങ്ങോട്ട് നീക്ക്, സ്ലിപ്പാവും, കാല് സ്ലിപ്പാവും, മാർക്ക് ഓക്കെ നവീത് കമ്മ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള ഇതാണ് കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ താഴത്തേക്ക് നിന്ന് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതേമാതിരി ക്യാമ്പിങ്ങിനും ബാർബിക്യൂ മാതിരി ടെൻറ്റിങ്ങിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക് ടോയ്ലറ്റ്സൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഇതിലുണ്ട്. ചിലയിടത്തൊക്കെ പവറും കറണ്ടും ഉണ്ട്, ചിലയിടത്ത് കറണ്ടില്ല. പിന്നെ ടോയ്ലറ്റിൽ വെള്ളങ്ങളും സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് താഴെ കാണുന്നത് അതിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. താഴെ കാണുന്നതാണ് റാസ്ലൈമയുടെ ഭാഗങ്ങൾ. അപ്പോൾ അത് തീരെ ക്ലിയർ അല്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ ഒന്നും നിർത്താതെ നേരം കൊണ്ട് കയറി പോന്നു, കാരണം നേരം വൈകണ്ടെന്നുള്ളതിൽ. കമ എവിടെ നീ ചവിട്ടിലേക്ക് വെച്ചിട്ടില്ല? അതെ. എന്തായാലും നമ്മൾക്ക് കുറച്ച് ദൂരം ഉള്ളിലോട്ട് അവർ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോയി നോക്കാം. ഓക്കെ, നോക്കാം. നമ്മളിപ്പോൾ ഈ സെക്യൂരിറ്റി കൗണ്ടർ ഉണ്ട് ഇവിടെ, അവരുടെ പെർമിഷനോട് കൂടിയിട്ട് അവിടുന്ന് നമ്മൾ വണ്ടി ഇങ്ങോട്ട് വിടില്ല. പിന്നെ ഇതിൻ്റെ മേലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിടും. നമുക്കതറിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു 1-1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് 8 കിലോമീറ്റർ അപ്പുറമാണ് ഷെയ്ഖിൻ്റെ പാലസ് ഉള്ളത്. അവിടേക്ക് പബ്ലിക്കിന് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു വിത്തൗട്ട് പെർമിഷനായിട്ട് വരാവുന്ന ഒരു മാക്സിമം പ്ലേസ് ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നടന്ന് കുറച്ച് ദൂരം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്യൂരിറ്റി ക്യാബിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോൾ അയാൾ എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, ഇങ്ങോട്ട് കടന്നു നിന്നിട്ട് എടുത്തോളാൻ പറഞ്ഞു. കാരണം അവർക്ക് അവരുടെ സെക്യൂരിറ്റി ഇൻസ്ട്രക്ഷൻസും പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് റാസ്ലൈമയുടെ മേലെ നിന്നുള്ള ആ വ്യൂ കാണുന്നത്.
ഇല്ല, അത് കിട്ടുന്നില്ല. നമ്മൾ കയറി വന്ന സ്ഥലങ്ങളിൽ ഇരുട്ടായ കാരണം എടുത്തില്ല. എന്തായാലും തിരിച്ചു പോകുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. നമ്മൾ മാക്സിമം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതാണ് ഇതിലേക്കുള്ള സെക്യൂരിറ്റി മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാം ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ ഇരുട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി റെക്കോർഡ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു മോനെ അതിൽ ഇറങ്ങിയേ, നവീൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. സെക്യൂരിറ്റിയുടെ പോലീസിൻ്റെ ഒക്കെയാണ് ഇറങ്ങിയ. ഷേക്കിൻ്റെ നീ ഇറങ്ങി. സെക്യൂരിറ്റിയാണ്. വണ്ടിയൊന്നും കാണുന്നില്ല. ഓക്കെ, എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഇരുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യാം. എന്തായാലും ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു നോക്കട്ടെ എന്താ കാണാനുള്ളതെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മള് ഇതാ വീണ്ടും നടന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും ഒന്നുമില്ല. ഇവിടെ ടയർഡാണോ? വാ വാ വാ. ഹോട്ടലിൽ നീങ്ങി പോകണ്ട. ആമി എന്റെ മോള് നടന്നു വരണ നോക്കി. നടക്ക് നടക്ക്. മൗണ്ടൻ. വാ വാ വാ. ഒരു കുഞ്ഞു മനുഷ്യൻ നടന്നു പോണണ്ട. ഇതിന്റെ മേലെ കാണുന്നതാണ് ആ റെസ്റ്റോറന്റ്. താഴത്തേക്ക് ഇവിടെ നിന്നുള്ള വ്യൂകളാണ് ആ കാണുന്നത്. ആ വലിയ ലൈറ്റ് കാണുന്ന അതാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി കൗണ്ടറൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു. ഇനി ഒരു 1/2 കിലോമീറ്റർ കൂടി ഉണ്ട്. 2 കിലോമീറ്ററിലാണ് ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത്. അതുവരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുക. വണ്ടി ഇല്ലാതെ നടന്ന് കയറണം നമ്മൾ. എന്തായാലും ഇതൊരു പരീക്ഷണം. ഇതൊക്കെ നടന്ന് കയറി കഴിഞ്ഞാൽ നാളെ നമുക്ക് ലേ ലഡാക്കിലൊക്കെ പോയിട്ട് അതെ, ലേ ലഡാക്കിലേക്ക് പോവാന് ഇവിടെ നടന്നിട്ടുള്ള പ്രാക്ടീസ് പാസ്സായെങ്കിലേ ലേ ലഡാക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴുള്ള നടത്തണം അല്ലേ. അപ്പൊ എന്നാ കാണുക. എന്താ മോളെ ഷൂട്ടാ? ഓക്കെ, ആണോ? നീ ആ മാസ്ക് ഇട്ടേ, ഇല്ലെങ്കിൽ തണുക്കും. വാ വാ വാ. ഇനി സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല. ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ കാണുന്ന 2ാമത്തെ ലൈറ്റിന്റെ അവിടെ അതാണ് റെസ്റ്റോറൻറ്റ്. ഇല്ല, ഇത് 1/2 കിലോമീറ്റർ ഉള്ളത്. നമുക്ക് 2 കിലോമീറ്റർ എന്നാ പറഞ്ഞു ഇങ്ങോട്ട്. ഇനി 2 കിലോമീറ്റർ ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ തോന്നും. അതൊക്കെ നമ്മൾ എപ്പോൾ നടന്നെത്തും. ഓക്കെ, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഒരുപാട് ദൂരം കയറി വന്നപ്പോ ഇവിടെ അതിലിടയ്ക്ക് ഡൂന്റെ ടവർ ഒരു വെളിച്ചം കണ്ടതാണ്. ഡൂന്റെ ഉണ്ട്, എറ്റിസ്ലാറ്റിന്റെ ഉണ്ട്. എറ്റിസ്ലാറ്റിന്റെ ആണ് ആ കാണുന്നത്. അവിടേക്ക് ലൈറ്റ് ഇല്ല. പക്ഷെ ഡൂവിന്റെ വണ്ടിയിൽ നിന്ന് ഒരു പ്രകാശം, അതാണ് ഇപ്പോൾ റോഡിലേക്ക് കിട്ടുന്ന ഒരു ഏക വെളിച്ചം. ഒരു 1.5 കിലോമീറ്ററിന് ശേഷം കണ്ടത്. അപ്പോൾ ഇവിടെ ഡൂവിൻ്റെ ഒരു ടവറും എറ്റിസ്ലാറ്റിൻ്റെ ടവറും ഉണ്ട്. ഈ ഒരു വെളിച്ചമുണ്ട്. ഇനിയും കഷ്ടി കുറച്ച് ദൂരം പോകണം. ഇതാ കാണുന്നതാണ് ഈ ഹോട്ടല്. വാ, കമോൺ. വാ, എല്ലാവരും നടന്നു ക്ഷീണിച്ചു. ഒക്കെ ഇരിക്കുന്ന നോക്കിയേ. 2 കിലോമീറ്റർ മല കയറി വന്നപ്പോൾ ഇരിക്കുന്ന വിദ്വാൻമാരാണ് ഈ കാണുന്നത്. റോഡ് സൈഡായിട്ടുള്ള 2 കിലോമീറ്ററിൽ 2 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് വന്ന മഹാന്മാര്. വാ വാ വാ, നടക്ക, ഇരിക്കല്ലേ. കമോൺ കമോൺ കമോൺ, വാ. നടത്തം തുടരൂ. സമയം 8 മണി കഴിഞ്ഞു, 8:05. വേഗം നമുക്ക് അവിടെ വരെ എത്തണം. എന്നിട്ട് എന്താണ് ആ റെസ്റ്റോറൻറ്റ് UAE-യിലത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലാണെന്നാണ് അവരിവിടെ ബോർഡിലൂടെ അവകാശപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. നടന്ന് ഇരുട്ടിലൂടെ മല കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇതാ തോളിലൊക്കെ കയറി ചിലവര്. നമ്മളെത്തി, ഓൾമോസ്റ്റ് നമ്മളെത്തി. നമ്മൾ ആകാശത്തേക്ക് എത്തി. ആ കാണുന്ന ലൈറ്റിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ. നമ്മൾ ഇത്രയും ദൂരം നടന്ന, അപ്പൊ നമ്മള് കാറ്റല്ല കയറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മള് ഹീറ്റായതാണ്.
അങ്ങനെ നമ്മൾ അവസാനം ജെയ്സ് അഡ്വഞ്ചർ സെന്റർ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റും കൂടെ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൽ നടന്ന് തളർന്ന് വയ്യാതെ അവസാനം എല്ലാവരും കൂടി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വണ്ടികൾ വന്ന് നിൽക്കാനുള്ള പോർട്ടിക്കും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതായിരിക്കും റെസ്റ്റോറൻറ്റ് എന്ന് വിചാരിക്കാം. ഇതാണ് ഈ അഡ്വഞ്ചർ സെൻറ്ററിലേക്കുള്ള കവാടം. ഈ കവാടത്തിൽ തന്നെ നമുക്ക് ഇവിടെ നമ്മളുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഓൺലി 12 കസ്റ്റമേഴ്സ് അലൗഡ് ഇൻ ദിസ് ഏരിയ. ഹായ് ബ്രദർ, വാട്ട്സ് യുവർ നെയിം? ഓക്കെ, നോ പ്രോബ്ലം. സോ പുള്ളി പേര് പറയാൻ പുള്ളിക്ക് ഒരു ഭയപ്പാട്, എന്താ ഏതാണെന്നറിയാതെ. അപ്പോൾ ടൊറോവാർഡ് അഡ്വഞ്ചർ പാർക്ക് റാസൽഹൈമ ഇവിടെയാണ്. പറയേ വൈകി നിഹാലുണ്ട് കമൻട്രി. ദി വേൾഡ്സ് ലോങ്സ്റ്റ് സിപ്പ് ലൈൻ, അതാണ് ഇവിടെ ഉള്ളത്. ഒരാൾക്ക് 350 ദിറംസ് ആണ് ഈ സിപ്പ് ലൈനിന് ചാർജ് ചെയ്യുന്നത്. ഇത് ഗിന്നസ് റെക്കോർഡ് ഉള്ള ഒരു സിപ്പ് ലൈനാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഞങ്ങൾ അവിടെ വെച്ചിട്ടില്ല സർട്ടിഫിക്കറ്റ്. ദി ലോങ്സ്റ്റ് സിപ്പ് വയർ ഈസ് ദി ജബൽ ജെയ്സ് ഫ്ലൈറ്റ്. It has a single unbroken span of 2,831.88 meter, feet, 9,290.9 feet, and was achieved by Toro Verde Ras Al Khaimah and Ras Al Khaimah Tourism Development Authority, both UAE. And it is located at Jebel Jais in Ras Al Khaimah, UAE, and was opened on 31st January 2018. Officially amazing. ഇതാണ് ഗിന്നസ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനാണ്. ഒരാൾക്ക് 350 ദിറംസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾ സിപ്പ് ലൈനിൽ ഇവിടുന്ന് മുകളിൽ നിന്ന് പോയാൽ താഴത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് പിന്നെ അവർ വണ്ടിയിൽ തിരിച്ച് ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, റാസ് അൽ ഖൈമയെ ഓർമ്മപ്പെടുന്ന തരത്തിൽ. റാസ് അൽ ഖൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഖൈമ എന്നുള്ള വാക്കിന് അർത്ഥം ടെൻറ്റ്, കൂടാരം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു റാസ് അൽ ഖൈമയുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ടെൻറ്റിനെ ഓർമ്മപ്പെടുത്തുന്ന സീലിങ്ങും ഡിസൈനും ഡെക്കറേഷനൊക്കെയാണ്. മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാത്റൂമുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പൈസ അടയ്ക്കേണ്ട കൗണ്ടറും കാര്യങ്ങളൊക്കെ, ക്യാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. 350 ദിറംസ് പേ ചെയ്താൽ സിപ്പ് ലൈനിന് രാവിലെ 8 മണി മുതൽ ഇവിടെ വൈകുന്നേരം 4 മണി വരെ മറ്റു പെർമിഷൻ ഉണ്ട്. പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റും അവിടെ മേലെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ദി ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UAE-യിലത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് ദി ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് 1484 ബൈ പൂറോ എന്നാണ്. 1484 ബൈ പൂറോ എന്ന് പറയുന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്നതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നമുക്ക് വണ്ടിയായിട്ട് ഇവിടം വരെ വരാൻ പറ്റും, നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്യാമറമാൻ നീയല്ല, ഞാനാണ് ക്യാമറമാൻ. ഓക്കെ, ഇത് നമ്മളുടെ ഇതിലേക്കുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി പറഞ്ഞു മറ്റൊരു കാഴ്ച, ഇവിടെ നമ്മളിപ്പോൾ വന്നപ്പോൾ ഇവിടെ സമയം വർക്കിംഗ് അല്ലല്ലോ, പക്ഷെ എന്നാൽ തന്നെ മറ്റൊരു കാര്യം സെക്യൂരിറ്റി കാണിച്ചു തന്നു, അതും കൂടെ ഒന്ന് കാണാം. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഈ സിപ്പ് ലൈനിന് പോകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഹെൽമറ്റും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ അതിനുള്ള നമ്മൾ അതിലേക്ക് ആ കെട്ടി നമ്മളെ ലോക്ക് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്യാനുള്ള റോപ്പും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഹുക്കുകളൊക്കെ കണ്ടില്ലേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ല
ഹെവി എക്യുപ്മെന്റ്സ് ആണ്, ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതിന്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ, ഒത്തിരി ഹെൽമെറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ എത്രമാത്രം ആളുകൾ ഒരു ദിവസം വരുന്നുണ്ടാവുന്നുള്ളത്. ഈ കാണുന്നത് മുഴുവൻ ഹെൽമെറ്റുകൾ റെന്റ് ഔട്ട് ചെയ്യാനുള്ളതാണ്. പെർ പേഴ്സൺ 350 ദിറംസ് ആണ് ഇതിന്റെ ചാർജ്. എന്നിരുന്നാൽ തന്നെ സെക്യൂരിറ്റി ഇതും അതിന്റെ റോപ്പും കാര്യങ്ങളൊക്കെയാണ് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കയറൊക്കെ കാണിച്ചാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഹെൽമെറ്റുകളും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ലൈറ്റ് ഇല്ല, ഇവിടെ കൂട്ടിക്കെടുക്കുകയാണ് നമ്മൾ, അവരുടെ സമ്മതത്തോട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആളുകളുണ്ടോ, ഗസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ 350 എന്നുള്ള റേറ്റിൽ ആളുകൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രമാത്രം ഹെൽമെറ്റ് ഇവിടെ ഓരോരുത്തർക്കും, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽമെറ്റ്, ഒരു ബാഗ്, അതിന്റെ റോപ്പ്, അതിന്റെ ലോക്ക് ഇതൊക്കെ ആയിട്ടുള്ള സെറ്റ് ആയിട്ടാണ് ഒരു 350 ദിറത്തിന്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ അതെല്ലാം സെറ്റായിട്ട് വേണം അതിലേക്ക് എൻട്രി ചെയ്യാൻ. അപ്പോൾ ഇത്രമാത്രം ഇവരിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ആളുകൾ ഇവിടെ വരികയും ഉപയോഗപ്പെടുത്തുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ മറ്റെടുത്ത് പറയേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അവരോട് നമുക്ക് പ്രത്യേകം നന്ദി പറയണം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇത് UAE-ൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തുള്ള റെസ്റ്റോറൻറ്റ്. ഹയസ്റ്റ് പീക്കിൽ നിൽക്കുന്ന, ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്ന അല്ലേ. ഇതിൻ്റെ കൗണ്ടറുകളും ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സ്റ്റാഫുകളൊക്കെ പോയിരിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റ് രാവിലെ 9 o'clock മുതൽ വൈകിട്ട് 6:30 വരെയാണ് വർക്കിംഗ്. അപ്പോൾ ഹായ്, ഇതാണ് നമ്മളുടെ മിസ്റ്റർ സഞ്ജയ് ബ്രോ, പൃഥ്വിരാജ് സിംഗ്. Prithvi Singh is the supervisor for this restaurant. Yeah. So Prithvi, what about the timing? The morning. Morning 8 we open and 6:30 the last order, 7 we close. 7. So it means 8 to 7 only the restaurant. 6:30 they will start to closing. So now we reach here around 8 o'clock, 8:15. So restaurant already closed. So next time we will come with the online approval and permission. Yeah. So I'll show you the restaurant and counter here. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ളത്. ബാർ റെസ്റ്റോറൻറ്റ്, ആൽക്കഹോൾ ഓൾസോ. ഇവിടെ ആൽക്കഹോളൊക്കെ ഉള്ളതാണ്. ഇത് ഒരു ബാറ് കൂടെ റൺ ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ബാറ് ഐറ്റംസൊക്കെയാണിത്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. സ്നാക്സും മറ്റുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ സിസ്റ്റമൊക്കെ ക്ലോസ് ചെയ്തു, റെസ്റ്റോറൻറ്റ് അടച്ചു. അപ്പോൾ സ്റ്റാഫുകൾ ക്ലീനിങ്ങിലാണ്. അവർ അടച്ചുപൂട്ടി ക്ലീൻ ചെയ്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ 9 മണി മുതൽ 10:30 വരെ, 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് ശേഷം ഒരു 11:30 ഓൺവേർഡ്സ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ദേ വിൽ കണ്ടിന്യൂ വിത്ത് ഡിന്നർ ടിൽ 6:30. അപ്പോൾ 6:30 വരെയാണ് ഇതിൻ്റെ ഡിന്നർ ഉണ്ടാവുക. 7 മണിക്ക് അവർ ക്ലോസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവർ പറയുന്നു ഇവിടെ താഴത്തേനേക്കാൾ നേരത്തോടെ സൺസെറ്റ് വരുന്നവരുണ്ട്. നമുക്ക് നാട്ടിൽ ഇവിടെ താഴെയൊക്കെ ഇപ്പോൾ റസലേമിലായാലും 5:30, 5:30 സമയത്താണല്ലോ മഗ്‌രിബ് പോകാൻ കൊടുക്കുന്നതും വൈകുന്നേരം ആവുന്നതും. ഇവിടെ ഓൾമോസ്റ്റ് 4:30, 5 മണിയാകുമ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങും. പിന്നെ
എന്താ പറയുക 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഇരുട്ടാവും. പിന്നെ ഇവിടേക്കുള്ള കസ്റ്റമേഴ്സും ഗസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ക്ലോസ് ചെയ്യാനുള്ള ഇത് തുടങ്ങുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്നുള്ള വ്യൂ ഉണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു നല്ല വ്യൂ വളരെ വിഷമത്തോടുകൂടി മിസ്സായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിന്ന് താഴ്ത്തിക്കുള്ളൊരു കാഴ്ച അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. കാരണം ഞാനിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൽ ആ മേലെ കാണുന്ന അവിടെ ഒരു റെഡ് ലൈൻ കത്തുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അവിടെ നിന്നാണ് ഈ സിപ്പ് ലൈനിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിൽ ഇവിടെയും ഒരു റെഡ് ലൈൻ കാണുന്നുണ്ട്, ആ ബ്ലിങ്ക് ചെയ്യുന്ന. അപ്പോൾ അതുവരെയാണ് സിപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് മേലെ ചെന്നിട്ട് സിപ്പ് ലൈനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തുന്ന പിന്നെ അവർ തിരിച്ച് നമ്മളെ അവരുടെ വണ്ടിയിൽ മേലേക്ക് കൊണ്ടാക്കും. ഇത് റാസ്ലൈമ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം ഒക്കെ ഇതായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നവർക്ക് ഇവിടെ പുറത്തിരുന്ന് കോഫി കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും പിന്നെ സൊറ പറഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യാം. ഒപ്പം മനോഹരമായിട്ടുള്ള ഈവനിങ് സന്ധ്യകൾ ആസ്വദിക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇതിലേക്ക് വരുന്നവരുടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ സ്റ്റാഫുകളുടെ വണ്ടികൾ മാത്രമേ, വേറെ ഗസ്റ്റുകളുടെ വണ്ടികളൊന്നുമില്ല. കാരണം ഹോട്ടൽ ഓൾറെഡി ക്ലോസ് ചെയ്തു. പിന്നെ നമ്മളെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അവർ പറഞ്ഞു വിട്ടിട്ടില്ല, നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്ത് അവിടെ താഴെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വണ്ടികളാണ്. ഈ കാണുന്നത് ഇവർ പറയുന്നത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ മീറ്റിംഗ് റൂമാണെന്ന് പറഞ്ഞത്. അതായത് ഒരു ബസ്സിൻ്റെ ടൈപ്പിൽ ആ ബങ്കർ ഉണ്ടല്ലോ, നമ്മൾ കോഫി ഷോപ്പൊക്കെ ആയിട്ട് കാണുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു ബങ്കറാണിത്. ഇത് ഇവരുടെ പല ഒഫീഷ്യലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെയും പിന്നെ ഡെവലപ്മെൻറ്റ് അതോറിറ്റികളൊക്കെ വന്നിട്ടുള്ള മീറ്റിങ്ങുകൾ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് അവരുടെ CEO ആൾക്കാരൊക്കെ വന്നിട്ടുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ മീറ്റിങ്ങുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാറുണ്ടെന്ന് പറയണത് ഈ ഒരു ബസ് പോലത്തെ ഈ വണ്ടിയിൽ. പിന്നൊക്കെ ഇരുട്ടാണ് ഇവിടെ, പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് തിരിച്ച് പുറത്തേക്ക് നടക്കാം. എന്തായാലും മറ്റൊരു ദിവസം ഇവിടേക്ക് വരണം. കാരണം ഈ ഒരു ഇത്രയും മലകളുടെ ഉയരത്തിൽ മുകളിലിരുന്നു കൊണ്ട് ഒരു കപ്പ് കാപ്പി കുടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഫീലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ വരുമ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്ന കാരണം ഇതിനുള്ളിൽ കയറാനും കാണാനും കഴിഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളില്ലായിരുന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലും ക്ലോസ്ഡ് ആണ്, കാണാനോ കയറാനോ പറ്റില്ല. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും നമ്മൾ തിരിച്ചിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കരോളും ട്രീയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചെയറിൻ്റെ കുഷ്യനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എല്ലാം കഴുകി ഒഴിവാക്കിയതായിട്ടുണ്ട്.